ഓൺ എക്സാം പ്രൊഡിക്ഷൻ വീഡിയോ 8ാം ക്ലാസ് മലയാളം സെക്കൻഡ്. ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോഴാ നമ്മൾ ഓണപ്പരീക്ഷയ്ക്ക് എത്തിക്കഴിഞ്ഞല്ലേ. ഈ ഓണപ്പരീക്ഷയിൽ 8ാം ക്ലാസ്സിലെ മുത്തുമണികളെ നിങ്ങളുടെ മലയാളം സെക്കൻഡിലെ ആദ്യത്തെ യൂണിറ്റിൽ നിന്നും 3 പാഠഭാഗങ്ങൾ ചോദ്യങ്ങളായി പ്രതീക്ഷിക്കാം. ഏതൊക്കെയാണ് പാഠഭാഗങ്ങൾ എന്ന് പറയുന്നത്? നമ്മുടെ കുരുവിയും കാട്ടുതയും, കൊച്ചു ദേവദാരു, പെരുമഴയത്ത്. ഈ 3 പാഠഭാഗങ്ങളിൽ നിന്നും എക്സാമിന് ഓണപ്പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെട്ടാലോ അല്ലേ? നിങ്ങൾക്ക് പാഠഭാഗം ഓർമ്മയില്ലേ? ഏതാണ് ആദ്യത്തെ പാഠഭാഗം? കുരുവിയും കാട്ടുതീയും അല്ലേ? നിസ്വാർത്ഥപരമായ സേവനത്തിലൂടെ കാട്ടുതീ അണയ്ക്കാൻ ശ്രമിക്കുകയും അവസാനം മരണപ്പെടുകയും ചെയ്ത കുരുവിയുടെ പാഠഭാഗം പറയുകയാണ്, അല്ലെങ്കിൽ കുരുവിയുടെ ആശയം പറയുകയാണ്. ഏതിൽ? കുരുവിയും കാട്ടുതീയിലും അല്ലേ? രണ്ടാമത്തെ പാഠഭാഗം ഏതാണ്? കൊച്ചു ദേവദാരു. കൊച്ചു ദേവദാരു എന്ന് പറയുന്ന പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത്? ഏതാണ്? ആ കൊച്ചു ദേവദാരു വളർന്നു വന്ന് അല്ലെ, വനപാലകനും മക്കളും അതിനെ വെട്ടിമാറ്റാതെ പുതുവർഷത്തിലേക്ക് അണിയിച്ചൊരുക്കുന്ന ആ ഒരു കാഴ്ചയും കാഴ്ചപ്പാട് വിശദമാക്കുന്ന, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സുന്ദരമായ പാഠഭാഗം ഏത്? സി തങ്കത്തിന്റെ കൊച്ചു ദേവദാരു. മൂന്നാമത്തെ പാഠഭാഗം ഏതാണ് മക്കളെ? പെരുമഴയത്ത്. ദേവകി നിലയങ്ങോട് എഴുതിയ വെള്ളപ്പൊക്കത്തിന്റെ അല്ലെ അതിതീവ്രതയായ ആ ജീവിതാനുഭവം ആവിഷ്കരിക്കുന്ന ഒരു ചെറിയ അനുഭവമാണ്. ഈ 3 പാഠഭാഗങ്ങളിൽ നിന്നും ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ 8ാം ക്ലാസ്സിലെ മലയാളത്തിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെ പെട്ടെന്ന് നമുക്ക് നോക്കിപ്പോകാം. ഓക്കെ, നമ്മൾ പോകുന്നു. ആദ്യത്തെ ചോദ്യം എന്താണ് മക്കളെ? ആദ്യത്തെ ചോദ്യം, ഒരു ചോദ്യം കിട്ടിയാൽ എൻ്റെ മക്കൾ എന്ത് വേണം? ചാടിക്കേറി ഉത്തരം എഴുതാൻ ശ്രമിക്കരുത് അല്ലേ? ചില കുട്ടികൾക്ക് വിചാരമുണ്ട്, എക്സാമിന് ചോദ്യം വന്നപാട് അല്ല ചാടിക്കറി ഉത്തരട്ട് അതാണ് ശരി എന്നിട്ട് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്കറിയാം നമ്മുടെ ചോദ്യങ്ങളുടെ പാറ്റേൺ മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുതിയ സിലബസാണ്. ആ സിലബസിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇപ്പോൾ മാഷി പാഠഭാഗങ്ങളൊക്കെ വായിച്ച് നോക്കിയപ്പോൾ മാഷിന് ചില കാര്യങ്ങൾ തോന്നി. നമ്മൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ച് നോക്കുമല്ലോ, എപ്പോഴാണ് മാഷിന് തോന്നുന്നത് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് മാറി. അപ്പോൾ അതിന് തക്കതായ രീതിയിലാണ് ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് നോക്കി നമുക്ക് ഊഹിക്കാൻ പറ്റുള്ളൂ എത്ര തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പം എൻ്റെ മക്കൾ എന്ത് വേണം? ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ കൃത്യമായി അത് വായിച്ച് നോക്കുക. ആ വായിച്ച് നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? അതിന് ഉത്തരം എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനൊന്നാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനാപരമായ ചോദ്യങ്ങൾ. എന്താണ് മക്കളെ? പ്രസ്താവനാപരമായ ചോദ്യങ്ങൾ. ഒരു പ്രസ്താവന തരും, അതിലേതാണ് ശരി എന്ന് ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പം നമുക്ക് പോയാലോ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ചുവടെ തന്നിരിക്കുന്നവയിൽ കുരുവിയും കാട്ടുതീയും എന്ന പാഠഭാഗത്തിന് യോജിച്ച പ്രസ്താവന ഏത്? അല്ല മക്കളെ, എന്താണ്? കുരുവിയും കാട്ടുതീയും എന്ന് പറയുന്ന പാഠഭാഗത്തിന് യോജിച്ച പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. നോക്കാം ഓപ്ഷൻസ്. ഒന്നാമത്തെ എന്താണ്? കാട്ടുതീ പടർന്നപ്പോൾ കുരുവി തീ അണയ്ക്കാൻ ശ്രമിച്ചു. മഴദേവൻ തീ അണയ്ക്കാൻ കുരുവിയെ സഹായിച്ചു. മഴദേവന്റെ വാക്കുകൾ കേട്ട് കുരുവി തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചു. മഴദേവൻ കുരുവിയെ പരിഹസിച്ചു. മക്കളെ, ഈ ഓപ്ഷനിൽ ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഇതിൽ ഏതാണ് ഉത്തരം എന്ന് പറയുന്നത്? കാട്ടുതീ പടർന്നപ്പോൾ കുരുവി തീ അണയ്ക്കാൻ ശ്രമിച്ചില്ലേ? യെസ്, അപ്പൊ അത് ശരി ഉത്തരമാണ്. മഴദേവൻ തീ അണയ്ക്കാൻ കുരുവിയെ സഹായിച്ചു. മഴദേവൻ സഹായിച്ചോ കുരുവിയെ മക്കളെ? ഇല്ലല്ലോ. മഴദേവൻ എന്താ പറഞ്ഞേ? ഇല്ല, നീ എന്തോ മടയത്തമാടായി കാണിക്കുന്നതെന്ന് പറഞ്ഞ് മഴദേവൻ കുരുവിയെ സഹായിക്കുകയാണ് ചെയ്തത്, അല്ല പരിഹസിച്ചു. അപ്പം രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. മൂന്നാമത്തെ എന്താണ്? മഴദേവന്റെ വാക്കുകൾ കേട്ട് കുരുവി തന്റെ പ്രവൃത്തി അവസാനിപ്പിച്ചോ? അല്ലെ, കുരുവി പ്രവൃത്തി അവസാനിപ്പിച്ചോ? ഇല്ല, മഴദേവൻ പലതും കുരുവിയെ പറഞ്ഞു, കളിയാക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷെ കുരുവി എന്ത് ചെയ്തില്ല? തളർന്നോ? ഇല്ല, കുരുവി അവസാനം വരെ പൊരുതി മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പോൾ മൂന്നാമത്തെ ഉത്തരം എന്താണ്? മൂന്നാമത്തെ ഓപ്ഷൻ ശരിയാണോ? അല്ല, തെറ്റാണ്. നാലാമത്തെ എന്താണ്? മഴദേവൻ കുരുവിയെ പരിഹസിച്ചു. അല്ലേ, മഴദേവൻ കുരുവിയെ പരിഹസിച്ചില്ലേ? എന്താ പറഞ്ഞത്? നീ എന്തോ മടയത്തമാണ് ഈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മഴദേവൻ കുരുവിയെ പരിഹസിച്ചില്ലേ? പരിഹസിച്ചു അല്ലേ? അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഏതാണ്? ഒന്നാമത്തെയും നാലാമത്തെയും അല്ലേ? ഇപ്പോൾ ഓപ്ഷൻ 1, 4 ഏതാണ്? ബി ആണല്ലേ? അപ്പോൾ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ 1ഉം 4ഉം. ഓക്കെ, ഇപ്പം ഇത്തരത്തിലുള്ള പ്രസ്താവനാപരമായ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഓപ്ഷൻസ് തരും, പ്രസ്താവന തരും, അതിന് അനുസരിച്ചുള്ള ഉത്തരങ്ങൾ കണ്ടെത്തിയതിനായിട്ടും ചോദ്യങ്ങൾ വരും. മറന്നു പോകരുത്, പ്രസ്താവനപരമായുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം എന്താ? നീ എന്തു മടിയത്തമാണ് കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ? മഴദേവന്റെ ഈ വാക്കുകളിൽ തെളിയുന്ന മനോഭാവം എന്താണ്? അല്ലേ, മഴദേവൻ കുരുവിയോട് പറയുകയാണ്, എടാ നീ എന്ത് മടയത്തമാടേ കാണിക്കുന്നേ?
അല്ലേ? ഇത്തിരി പോകുന്ന നീ ഈ വലിയ കാട് അണക്കാൻ വല്ല കഴിവുണ്ടാ നിനക്ക് അല്ലേ? എടാ നിനക്ക് വല്ല കഴിവുണ്ടാ? 4 ആൾ നിന്നെ കുറിച്ച് നല്ലത് പറയോ എന്ന് പറഞ്ഞ് മഴദേവൻ എന്താ ചെയ്യുന്നേ? കുരുവിയെ പരിഹസിക്കുകയല്ല ചെയ്യുന്നേ, പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്ഷൻസിൽ പരിഹാസം എന്നതുണ്ടോ? ഉണ്ടല്ലേ. ഏതാണ് പരിഹാസം? ഓക്കെ, അതല്ല ശരി ഉത്തരം. എന്താണ് ചോദ്യം? നീ എന്തു മഴയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാവുമോ? മഴദേവന്റെ വാക്കുകളിലെ തെളിയുന്ന മനോഭാവം എന്താണ് മക്കളെ? പരിഹാസമല്ലേ? അല്ലെ? പ്രതീക്ഷയാണോ? ഒരിക്കലുമല്ല. പ്രശംസയാണോ? അല്ലെ? കുരുവി സൂപ്പർ, നീ ചെയ്ത അടിപൊളി എന്ന് പറഞ്ഞോ? ഒരിക്കലും പറഞ്ഞില്ല. പ്രോത്സാഹനാണോ? എന്ന് പറഞ്ഞോ? അതും പറഞ്ഞില്ല. പിന്നെന്താണ് ചെയ്തത്? മഴദേവൻ കുരുവിയെ പരിഹസിച്ചു, കുരുവി ചെയ്യുന്ന പ്രവൃത്തിയെ. ഉത്തരം എന്താണ്? പരിഹാസം. ഇത്തരത്തിലുള്ള 1 വേർഡ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം 1 മാർക്കിന്റെ. ഓക്കെ, 1 മാർക്കിന്റെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അടുത്ത ചോദ്യം എന്താണ്? ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു. തീ തൻ്റെ ജീവൻ എടുക്കും വരെ കുരുവിയുടെ പ്രവൃത്തി നൽകുന്ന സന്ദേശം എന്ത്? അല്ലേ? കുരുവി പറയുകയാണ് ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു. ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു. തീ തൻ്റെ ജീവൻ എടുക്കും വരെ. കുരുവിയുടെ പ്രവൃത്തി നമുക്ക് തരുന്ന സന്ദേശം എന്താണ് മക്കളെ? അല്ലേ മുത്തുമണികളെ? കുരുവി എന്താ പറയുന്നത്? എനിക്കാവുന്നത് ഞാൻ ചെയ്യും. അല്ലേ? അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നൊരു മലയാളം ചൊല്ലുണ്ട്. കുരുവി നമ്മുടെ ഈ മഴദേവനോട് പറയുകയാണ്. മഴദേവൻ കുരുവെ പരിഹസിച്ചു. എടാ നീ എന്താ ചെയ്യുന്നേ? മണ്ട, ചുംബ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചു. പക്ഷെ കുരുവി പറയുകയാണ് എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ മഴദേവ, പക്ഷേ ഞാൻ എനിക്കാവുന്നത് ചെയ്യും. അല്ലേ? ഈ കാട് കത്തി നശിക്കുന്ന കണ്ടിട്ട് എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. എൻ്റെ സുഹൃത്തുക്കൾ ആ കാടിലുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അല്ലെ? മൃഗങ്ങളുടെ കുട്ടികളില്ലേ? അപ്പം അതൊക്കെ കത്തി കരിയുന്നത് കണ്ട് നിന്നെപ്പോലെ അടങ്ങിയിരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ ഈ കാട് എന്താണ് അണയ്ക്കാൻ ശ്രമിക്കും, അല്ലെ? ഈ കാട്ടുതീ എന്ന് പറഞ്ഞ് എനിക്കാവുന്നത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ടാവുന്നത് ചെയ്യുമെന്നല്ലേ കുരുവി പറയുന്നത്. ഓക്കെ, അപ്പൊ കുരുവിയുടെ പ്രവൃത്തി നൽകുന്ന സന്ദേശം എന്താണ് മക്കളെ? ചോദ്യം വരാം, സന്ദേശം എഴുതാൻ. ഓക്കെ, സന്ദേശം എന്താണ് എന്നാണ് ചോദ്യം. നോക്കാം എന്താണ് ഉത്തരം. ഈ പ്രവൃത്തിയിലൂടെ സന്ദേശം, അതായത് ഈ പ്രവൃത്തിയുടെ സന്ദേശം എന്ന് പറയുന്നത് എന്താണ് മക്കളെ? നിസ്വാർത്ഥകരമായ, അതായത് ഒരു സ്വാർത്ഥതയും ഇല്ലാത്ത പ്രവൃത്തി, നിസ്വാർത്ഥകരമായ സേവനത്തിലൂടെ മറ്റുള്ളവരെ സഹായിക്കുക എന്നതാണ്. തീയിൽപ്പെട്ട് താൻ മരിച്ചു പോകും എന്നറിഞ്ഞിട്ടും സ്വന്തം ജീവൻ പോലും നോക്കാതെ മറ്റുള്ളവരെ സഹായിക്കുവാനും ആ അപകടത്തെ ഇല്ലാതാക്കുവാനും ശ്രമിച്ച കുരുവി ഇന്നത്തെ കാലത്തെ സ്വാർത്ഥ മനോഭാവം വെച്ചു പുലർത്തുന്നവർക്ക് എല്ലാം തന്നെ ഒരു വെളിച്ചമാണ്. അല്ലേ? സ്വാർത്ഥ മനോഭാവം വെച്ചു പുലർത്തുന്നവർക്ക് എന്ത് വെളിച്ചാന്ന് പറയുന്നേ? സ്വാർത്ഥ മനോഭാവം കൊണ്ടുപോകാൻ വേണ്ടിയാണോ? അല്ല, ആ സ്വാർത്ഥ മനോഭാവം മാറ്റി നിസ്വാർത്ഥ മനോഭാവം കൊണ്ടുവരാൻ. അല്ലേ? സ്വാർത്ഥ മനോഭാവത്തിന്റെ ഇരുട്ട് നിറഞ്ഞ ആൾക്കാർക്കിടയിൽ നിസ്വാർത്ഥപരമായ സേവനത്തിന്റെ വെളിച്ചം വീശുകയാണ് കുരുവി. എങ്ങനെ? ഇരുട്ടെന്ന സ്വാർത്ഥത മാറ്റി നന്മ എന്ന വെളിച്ചത്തിലേക്കുള്ള മാതൃക കൂടിയാണ്. മരിക്കുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് എനിക്കാവുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് കുരുവി മഴദേവനോട് പറയുന്നത്. ഇതിലൂടെ കുരുവിയുടെ മനസ്സിന്റെ വലുപ്പം പ്രകടമാണ്. അല്ലേ? മരിക്കുമെന്ന് കുരുവിക്കറിയാം. മരിക്കുമെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് കുരുവി പറയുന്നത് എന്ത്? ഞാൻ മരിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ ഞാൻ മരിച്ചാലും ഈ കാടണയ്ക്കാൻ എനിക്ക് സാധിക്കുമെന്ന് കുരുവി പറയുന്നു. അതുകൊണ്ടല്ലേ കുരുവി ആ കാടിലെ ആ തീ മുഴുവൻ അണയ്ക്കാൻ ശ്രമിച്ചത്. ഓക്കെ, അപ്പം അങ്ങനെ അവസാനം കുരുവി എന്ത് ചെയ്യുന്നു? മരിച്ചു പോവുകയും ചെയ്യുന്നു. അവസാനം കുരുവി ആ മരണത്തിലേക്ക് വഴുതി വീഴുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാനായി സാധിക്കും. അടുത്ത ചോദ്യം എന്താണ്? നമ്മുടെ കൊച്ചു ദേവദാരു പാഠഭാഗമില്ലേ? അപ്പൊ ആ കൊച്ചു ദേവദാരുവിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഇതാണ്. പപ്പ, ഈ കൊച്ചു ദേവദാരു മരത്തെ മുറിക്കാതെ നമ്മൾ അതിനെ പുതുവർഷമായി അലങ്കരിച്ചത് എത്ര നന്നായി. നല്ല ആശയം തന്നെ ഇത്. എത്ര മനോഹരമായ കൊച്ചുമരമാണിത്. എല്ലാ പുതുവർഷവും നമ്മൾക്ക് ഈ മരത്തിനെ അലങ്കരിക്കാം. കൊച്ചു ദേവദാരു തന്നിരിക്കുന്ന പാഠസന്ദർഭം വിശകലനം ചെയ്ത് പ്രകൃതിയോട് നമുക്ക് വേണ്ട സമീപനം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കുക. മക്കൾ എന്താണ് ചോദ്യം? വിശദമാക്കുക, അല്ലെ? വിശദീകരിക്കുക എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എക്സാമിൽ കാണാൻ സാധിക്കും. വിശദീകരിക്കുക. ഓക്കെ, ഇത്തരത്തിൽ വിശദീകരിക്കുക എന്നൊരു ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ സാധിക്കണം എന്ത്? ഈ ചോദ്യം എന്താണ്? ആ കൊച്ചുകുട്ടി പറയുകയാണ്, പപ്പ, അല്ലേ പപ്പ, നമുക്ക് ഈ മരത്തെ മുറിക്കാതെ അലങ്കരിച്ചത് എത്ര നന്നായി. അല്ലേ? ആ കൊച്ചുകുട്ടി പറയാം, വനമാലകൻ്റെ കുട്ടി, പപ്പ എത്ര നന്നായി നമ്മൾ ഈ മരത്തെ മുറിക്കാതെ അലങ്കരിച്ചത്. അല്ലേ? നമുക്ക് അടുത്ത വർഷം ഇതേപോലെ അലങ്കരിക്കണം കേട്ടോ എന്ന് ആര് പറഞ്ഞു? വനപാലകൻ്റെ കുട്ടി വനപാലകനോട് പറഞ്ഞു. തന്നിരിക്കുന്ന പാഠസന്ദർഭം വിശകലനം ചെയ്ത് പ്രകൃതിയോട് നമുക്ക് വേണ്ട സമീപനം വിശദമാക്കി കുറിപ്പ് തയ്യാറാക്കാനാണ്. അല്ലേ? പ്രകൃതിയോട് നമുക്ക് എത്തരത്തിലുള്ള സമീപനം ഉണ്ടാകണം എന്ന രീതിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദ്യം വരും. അപ്പോൾ എന്ത് എഴുതണം? വനപാലകന്റെ മക്കൾ
പറയുന്ന വരികളാണ് ചേർത്തിരിക്കുന്നത്. ചുവടെ ചേർത്തിരിക്കുന്നത്. ഓക്കെ, ഈ വരികളിൽ പ്രകടമാകുന്നത് പ്രകൃതി ബോധവും പ്രകൃതി സ്നേഹവുമാണ്. അല്ല, എന്താണ് മക്കളെ? പ്രകൃതി ബോധവും പ്രകൃതി സ്നേഹവുമാണ്. ഈ വരികളിൽ പ്രകടമാകുന്നത് പ്രകൃതി ബോധവും പ്രകൃതി സ്നേഹവുമാണ്. അതായത് നമുക്ക് പ്രകൃതിയോടൊരു ബോധം വേണം. എന്ത് ബോധമാണ്? അഹംബോധാണോ? അല്ല, പ്രകൃതിയെ സംരക്ഷിക്കാൻ നാം ബാധ്യസ്ഥനാണ് എന്ന ബോധവും ആ ഒരു കരുത്തലും സ്നേഹവും നമുക്ക് വേണം. അതാണ് ഈ വരികളിൽ പ്രകടമാകുന്നതും. വനനശീകരണം, കുന്നിടിക്കൽ, ജലമലിനീകരണം എന്നീ പ്രകൃതി ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വനപാലകന്റെ മകൻ പറയുന്ന ഈ വാക്കുകൾ പ്രകൃതിയെ ചേർത്തു പിടിക്കേണ്ടതിൻ്റെയും സംരക്ഷിക്കേണ്ടതിൻ്റെയും പ്രാധാന്യത്തെ വ്യക്തമാക്കുന്നു. അല്ലേ? പ്രകൃതിയെ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനുമുള്ള പ്രാധാന്യമാണ് ആരുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത്? വനപാലകന്റെ മകന്റെ ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ആയതിനാൽ നമ്മുടെ സ്വാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രകൃതിയുടെ മനോഹാരിതയിലേക്ക്, പ്രകൃതിയുടെ ജൈവ വൈവിധ്യത്തിലേക്ക് കൈകടത്താൻ നാം ഒരിക്കലും ശ്രമിക്കരുത് എന്ന മഹത്തായ സന്ദേശവും ഈ വരികളിലൂടെ നമുക്ക് സംഭാവന ചെയ്യുന്നു. അല്ലേ? എന്താണ് വനപാലകന്റെ മകൻ പറയുകയാണ്? ഈ മരത്തെ മുറിക്കാതെ സംരക്ഷിച്ചത് എത്ര നന്നായി എന്ന്. അതിലൂടെ അർത്ഥമാക്കുന്നത് പ്രകൃതിയെ സംരക്ഷിക്കുക. പ്രകൃതി ഉണ്ടായാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ലേ? ഈ പാട്ട് കേട്ടിട്ടേ, അക്കാണും മാമലയൊന്നും നമ്മുടതല്ലൻ മകനെ, ഈ കാണും കയലും കരയും ആരുടെയുമല്ലൻ മകനെ, പുഴുപുലികൾ, പക്കി, പരുന്തുകൾ, കടലാനകൾ, കാട്ടുരുവങ്ങൾ, പല കാല പല ദൈവങ്ങൾ, പുലയാടികൾ, നമ്മളുമൊപ്പം. ആ പാട്ട് കേട്ടില്ല? അതുകൊണ്ട് തന്നെ അക്കാണ് മാമലയൊന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മൾ അനുഭവിക്കുന്ന പ്രകൃതി അതേ മനോഹാരിതമായി വരും തലമുറയ്ക്ക് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? ഇടനാഴികളിലാണ് വെള്ളത്തിന്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത്. എല്ലാവരും മുകളിലെത്തി പാത്രങ്ങൾ മുകളിലേക്ക് കയറ്റി വെള്ളവും കോണിപ്പടി കയറി വരാൻ തുടങ്ങി. ജീവൻ രക്ഷിക്കാനുള്ള വഴിയെക്കുറിച്ച് മാത്രമായി ചിന്ത. പെരുമഴയത്തിലെ വാചകമാണ് രക്ഷപ്പെടാനുള്ള അവരുടെ വാചകം. വെള്ളപ്പൊക്കത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ലേഖന ഭാഗം അടിസ്ഥാനമാക്കി ഉചിതമായ തലക്കെട്ട് നൽകി ഒരു പത്രവാർത്ത തയ്യാറാക്കുക. മക്കളെ, പത്രവാർത്ത തയ്യാറാക്കാൻ ചോദ്യം വരും. 7 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പത്രവാർത്ത തയ്യാറാക്കുക? തലക്കെട്ട് വേണ്ടേ? കേരളം വെള്ളത്തിൽ മുങ്ങുന്നു, അതിവേഗ മഴ വലിയ നാശം വിതച്ചു. ഒരു തലക്കെട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് വേണം? ഒരു സ്ഥലത്തിന്റെ പേര് വേണം. തിരുവനന്തപുരം നമുക്ക് വേണം കൊടുക്കാം. എന്നിട്ട് എന്ത് എഴുതാൻ പറ്റും? സംസ്ഥാനത്തെ അതിവേഗ മഴ തുടരുന്നതിനാൽ പലയിടങ്ങളിലും കനത്ത വെള്ളപ്പൊക്കം, നദികൾ കവിഞ്ഞൊഴുകി, ഷട്ടർ തുറന്ന ഡാമുകൾ മൂലം താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിൽ മുങ്ങി. ആകെ 12 പേർ മരണപ്പെട്ടു എന്നും 5 പേർക്ക് എവിടെയായെങ്കിലും പിടിയില്ലായ്മയുണ്ടെന്നും അധികൃതർ അറിയിച്ചു. ഇങ്ങനെ നമുക്ക് തുടങ്ങാം. അല്ലേ? ആ ഒരു മഴയുടെ ഭീതി പറയുന്ന രീതിയിൽ ഒരു തലക്കെട്ട് കൊടുക്കുക, സ്ഥലം കൊടുക്കുക, തുടക്കഭാഗം ആമുഖം കൊടുക്കുക, ശേഷം പാരഗ്രാഫ് ആക്കുക, എന്നിട്ട് എഴുതുക. താഴ്ന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പുനരധിവസിക്കേണ്ടി വന്നിട്ടുണ്ട്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറൻ ഘട്ടത്തിൽ വ്യത്യസ്ത ഇടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. കേരളത്തിൽ മാത്രം 2000-ലധികം ആളുകൾക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. തുടർച്ചയായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മൂക്കുതലദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ടു. നിരവധി ആളുകൾ മരണപ്പെടുകയും എന്നാൽ കുറച്ചാളുകൾ വീടിന്റെ 2ാമത്തെ നിലയിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. സർക്കാർ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾക്കും പുനരധിവാസത്തിനുമായി കരസേന, ഫയർഫോഴ്സ്, പോലീസ് എന്നിവരെ നിയോഗിച്ചിട്ടുണ്ട്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടി കനത്ത മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അനേകം വീടുകൾ, കൃഷികൾ, ഹൈവേകൾ, പാലങ്ങൾ തകർന്നിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് അത്തരം മേഖലകളിലേക്ക് കടക്കരുത് എന്നത് കടുത്ത മുന്നറിയിപ്പായി വീണ്ടും ആവർത്തിക്കുന്നു. സർക്കാരും സാമൂഹിക സംഘടനകളും ചേർന്ന് ദുരിതാശ്വാസ സാധനങ്ങൾ വിതരണം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിമ്പിളായിട്ടൊരു പത്രവാർത്തയും എഴുതുക. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, ഒറ്റ വാക്കിന്റെ ചോദ്യം ഉണ്ടാകും. ഓക്കെ, അത് മിക്കവാറും കുരുവിയും കാട്ടുതീയായിരിക്കാം, കൊച്ചുദേവദാരും ആയിരിക്കാം. ഓക്കെ, ഈ നമ്മുടെ ഈ പാഠഭാഗം പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് ഉപന്യാസത്തിന്റെ പരമായുള്ള ചോദ്യങ്ങൾ. ഒന്നുകിൽ നമുക്കൊരു പ്രഭാഷണം പ്രഖ്യാപിക്കാം. അല്ലേ? ഒരു പ്രഭാഷണം ഉണ്ടാകും. എങ്ങനെ? പ്രകൃതി അല്ലെങ്കിൽ ദുരന്തമുണ്ടായ സാഹചര്യത്തെ ആസ്പദമാക്കി ദുരന്തം ഇനി വേണ്ട, അല്ലേ, പ്രകൃതി സംരക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാഷണം ചോദിക്കാം, ഉപന്യാസം ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലുള്ള പത്രവാർത്ത ഈ പാഠഭാഗം ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ എന്താണ് പഠിച്ചത്? നമ്മുടെ ഓണം എക്സാമിന് 8ാം ക്ലാസ്സിലെ മലയാളം സെക്കൻഡിന് വരാൻ സാധ്യതയുള്ള നമ്മുടെ കുരുവിയും കാട്ടുതീയും, കൊച്ചു ദേവദാരു, പെരുമഴയത്ത് എന്നീ പാഠഭാഗങ്ങൾ നിന്ന് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ക്ലാസ് പരിചയപ്പെട്ടു. ഇനിയുള്ള ക്ലാസ്സുകളിൽ അടുത്ത ചാപ്റ്റേഴ്സിന്റെ പ്രധാനമായും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോട്ടെ. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ ബൈ.